അയ്യോ ഒന്ന് പതുക്കെ ചിരിക്കരാതി, അടുത്തൊക്കെ ആളിരിക്കുന്നു. എങ്ങനെ ചിരിക്കാതിരിക്കും? കാലം എത്ര കഴിഞ്ഞാലും ഈ പെണ്ണിന്റെ മനസ്സിൽ നിന്ന് അസൂയ എന്ന് പറഞ്ഞ സാധനം വിട്ടുപോകുകയില്ലെന്ന് തെളിയിച്ചിരിക്കാൻ നീ. ഞാൻ ആ കാഴ്ച മിസ് ചെയ്തത് കഷ്ടമായി പോയി. അല്ലെങ്കിൽ ഞാൻ ചമ്മുന്നതും തോൽക്കുന്നതും കാണാൻ ഡാഡിക്ക് രസമാണല്ലോ. ആ കാര്യത്തിൽ ഞാനും പപ്പനും ഒക്കെ ഒരു കക്ഷിയാ, അല്ലേ പപ്പ? അയ്യോ ചന്ദ്രൻ, ആ കേസിൽ എന്നെ കക്ഷി ചേർക്കണ്ട. അതെന്താ? ഈ കളിയാക്കുന്നതിനെയും ചമ്മിക്കുന്നതിനെയൊക്കെ റിയാക്ഷൻ ഭാവിയിൽ ഞാൻ അനുഭവിക്കേണ്ടി വരും. അല്ല, നീ എന്ത് കളിയായി കളിക്കുന്നത്? കല്യാണത്തിന് ഒറ്റ ആഴ്ച ഇനി ബാക്കിയുള്ളൂ. ആ, നിന്റെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ? എന്തൊരുക്കങ്ങള്? നല്ല കാര്യമായിപ്പോയി. ഈ കല്യാണം എന്ന് പറയുന്നത് നിസ്സാര കാര്യമാണോ? ദേ, ചോദിക്കാനും പറയാനും ആളില്ലെന്ന് കരുതി അലങ്കുലമായി കളയെന്ന് പറഞ്ഞേക്കാം. നല്ല ആളോട് ഡാഡി പറയുന്നത്. കല്യാണ ദിവസവും പപ്പൻ എവിടെയെങ്കിലും പ്രോഗ്രാം ആയിട്ട് കാണും. ഏയ്, ഇനി ഒരാഴ്ചത്തേക്ക് ഒരു പ്രോഗ്രാമും ഇല്ല. 1,00,000 രൂപ തരാന്ന് പറഞ്ഞാലും ഞാനില്ല. ഏയ് ഉമേഷ്, അല്ല ഉമേഷ് ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല. ഞാൻ കണ്ടിരുന്നു. സംസാരത്തിനിടയിൽ വന്ന് ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് കരുതി. അങ്കിൾ, ഇത് ഉമേഷ്. ഹലോ. ഹലോ. നല്ലൊരു ഗായകനാണ്. സ്വന്തമായി ഓർക്കസ്ട്ര ട്രൂപ്പൊക്കെ ഉണ്ട്. പ്രൊഫഷണൽ രംഗത്ത് ഞങ്ങൾ രണ്ടും 2 ഗ്രൂപ്പാണ്. ആ, ഇതെന്റെ ചന്തു അങ്കിൾ. വെറും അങ്കിൾ അല്ല, ഒരാഴ്ചയോടെ കഴിഞ്ഞാൽ I'll be his father-in-law. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക്സ്. See you. See you. Good night, പപ്പൻ. ഗുഡ് നൈറ്റ്. എന്തൊരു പോസാണ് അയാൾക്ക്. ആയിക്കോട്ടെ, നിനക്കെന്താ? ഡാഡിക്ക് അറിയാഞ്ഞിട്ടാ. പപ്പൻ സ്വന്തം ഓർക്കസ്ട്ര സംഘടിപ്പിക്കുന്നതിന് മുമ്പ് അയാളായിരുന്നു സ്റ്റേജിലെ നമ്പർ 1 പാർട്ടി. പപ്പൻ വന്നതോടുകൂടി പുള്ളിക്കാരൻ ഔട്ടായി. പണ്ട് ഇയാളെ വിളിച്ചിരുന്നവരെല്ലാം ഇപ്പൊ പപ്പനെയാണ് വിളിക്കുന്നത്. അങ്കിൾ നേരത്തെ പറഞ്ഞില്ലേ പെണ്ണുങ്ങളുടെ സ്വഭാവത്തെ പറ്റി? അതിന്റെ ബാക്കിയായത്. പപ്പൻ അങ്ങനെ പറയൂ. പപ്പനെ ഔട്ടാക്കാൻ ഇയാൾ എന്തൊക്കെ പണി ഒപ്പിക്കുന്നെന്നോ. പക്ഷെ ഒരു രക്ഷയില്ല. പാവം, ഇപ്പൊ ഹോട്ടൽ റെസ്റ്റോറന്റിലെ സ്ഥിരം പ്രോഗ്രാം. അങ്ങനെയൊന്നും പറയരുത് സെറീന. ഇന്നലെ അയാളായിരുന്നു ടോപ്പ്, ഇന്ന് ഞാൻ. നാളെ എന്നേക്കാൾ കഴിവുള്ള ഒരുത്തം വരുമ്പോ അയാളായിരിക്കും ചേഞ്ച് ചെയ്യുക, അല്ലേ? എനിക്ക് യാതൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യമാണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സംഗീതവും എന്റെ വക്കീൽ പണിയുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഹിയർ കംസ് അവർ ഫുഡ്, ലെറ്റ് us eat. ചന്തു, ഗുഡ് നൈറ്റ്. ബൈ. ഗുഡ് നൈറ്റ് പപ്പി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇത്ര നേരത്തെ സ്കൂളിൽ പോകാൻ തുടങ്ങിയോ? നേരത്തെയോ? മണി 9 കഴിഞ്ഞു. 9 കഴിഞ്ഞോ? ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി. ഓക്കെ, വൈകുന്നേരം കാണാം. വൈകുന്നേരം കാണാം. ബൈ. സൂക്ഷിച്ചു പോണേ. പപ്പൻ 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 പൂർത്തിന് അതിരില്ലേ? പപ്പൻ തുമ്മിയാലും ചിരിച്ചാലും ന്യൂസാണ് ഇവർക്ക്. പണ്ട് ഇതേ പത്രം ഇതേ കോളത്തിൽ ഉമേഷിനെ കുറിച്ച് എഴുതിയിരുന്നല്ലേ? ആരെ കുറിച്ച് എന്ത് വേണമെങ്കിലും എഴുതിക്കോട്ടെ, അതെന്നെ തരണ്ടാഴ്ചിട്ട് വേണോ? ഇത്രയും സ്മാർട്ടായിട്ട് സിംഗറെ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല. അത്രേ സ്റ്റേജിൽ കുറെ കോമാളിത്തരങ്ങൾ കാണിക്കുന്നതാണ് മെടുക്ക്. ഉമേഷ്, നീ നല്ല മൂഡിലല്ല എഴുന്നേറ്റത്. പോയി കുളിച്ചൊന്ന് ഫ്രഷ് ആവും. കമോൺ ഉമേഷ്. പപ്പം വന്നപ്പോ നമ്മുടെ ടീം അല്പം ക്ഷീണിച്ചിട്ടുണ്ടെന്നല്ലേ ഉള്ളൂ. പക്ഷെ നമ്മൾ വെറുതെ ഇരിക്കുന്നില്ലല്ലോ. കുറെ കാലം സ്റ്റേജ് ഭരിച്ച ഒരാൾക്ക് ഹോട്ടലിൽ സ്ഥിരം പാട്ടുകാരനാകുന്നതിനേക്കാൾ നല്ലത് വെറുതെ ഇരിക്കുന്നതാണ്. പപ്പന്റെ പെട്ടെന്നുള്ള വരവാണ് നമ്മളെ ശരിക്കും ബാധിച്ചത്. പറഞ്ഞത് ഓർമ്മയാണോ? 8 മണിക്കാണ് മുഹൂർത്തം. വീഡിയോക്കാർക്ക് വേണ്ടി മുഹൂർത്തം മാറ്റി വെക്കാനാവില്ല. ഓക്കെ, ഞങ്ങൾ വരാം സാർ. ഹായ് പപ്പൻ. ഹായ്.
ഹലോ. സെറീന, ഇത് ഞാനാ. ആ, എന്താ ഈ പാതിരേക്ക്? എന്താ വിളിച്ചൂടെ? അല്ല, ഈ സമയത്ത് ഫോൺ വിളി പതിവില്ലാത്തോണ്ട് ചോദിച്ചാ. എന്താ വിളിച്ചേ? വെറുതെ. കളിക്കാത്ത കാര്യം പറ. നീ ഉറങ്ങാൻ തുടങ്ങിയോ? പിന്നെ നേരെ എത്രയാന്നറിയാവോ? എന്തിനാ വിളിച്ചെന്ന് പറയൂ. വിളിക്കണമെന്ന് തോന്നി വിളിച്ചു. എങ്കിൽ ഞാൻ വിളി കേൾക്കുകയും ചെയ്തു. ഗുഡ് നൈറ്റ്. സെറീന, ഒരു മിനിറ്റ്. വെക്കലേ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ ഈ പാതിരാക്കി ഇത്ര കാര്യമായിട്ട് പറയാൻ? എനിക്ക് തനിച്ചിരുന്നിട്ട് എന്തൊക്കെയോ തോന്നുന്നു. ഒരാഴ്ച കൂടി ആ തോന്നൽ എങ്ങനെ കൊണ്ടു നടന്നേ പറ്റൂ. ഞാൻ അങ്ങോട്ട് വരാം. നമുക്ക് എന്തെങ്കിലും സംസാരിച്ചിരിക്കാം. ഒന്നും വേണ്ട, അവിടെ കിടന്ന് ഉറങ്ങിയാ മതി. ഗുഡ് നൈറ്റ്. ഹലോ. സെറീന, ഗുഡ് നൈറ്റ്. ഹലോ. സെറീന, പപ്പൻ തന്നെയാ. എന്താ ഇത്? ഇപ്പോഴാണോ തമാശ കളിക്കുന്നത്? ഞാൻ ഉറങ്ങി വരികയായിരുന്നു. അങ്കിൾ ഉറങ്ങിയോ? ഉറങ്ങിക്കാണും. വിളിക്കണോ? വേണ്ട. ഞാൻ അങ്ങോട്ട് വരിക. എനിക്കെന്തോ ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല. ചീത്ത സ്വപ്നങ്ങളൊക്കെ കാണുന്നു. എന്ത് സ്വപ്നം കണ്ടാലും ഈ പാതിരേക്ക് എന്റെ പപ്പൻ ഇങ്ങോട്ട് വരണ്ട. സെറീന, ഞാൻ പറയുന്നത് കേക്ക്. പപ്പൻ ഇപ്പൊ വന്നാലും ഞാൻ വാതിലൂർ വരില്ല. പുറത്ത് നിൽക്കേണ്ടി വരും വെളുക്കുന്നത് വരെ. ഞാൻ തമാശ പറയുന്നല്ല. എനിക്കെന്തോ വല്ലാത്ത പോലെ. അതിന്റെ കാരണം എനിക്ക് മനസ്സിലായി. പ്രേമം മുത്തുള്ള വട്ടാണ് പപ്പന്. നോക്ക്, വലിയ ഡിമാൻഡൊന്നും കാണിക്കണ്ട. വേണ്ടി വന്ന കല്യാണ ദിവസം വരെയും നിന്നെ കാണാതിരിക്കാൻ എനിക്ക് കഴിയും. സത്യം? 100 വട്ടം സത്യം. അല്ല, വഴിയിൽ വെച്ച് കാണുന്ന പോലെ കണ്ടാലോ? വഴിയിൽ വെച്ച് പോലും കാണില്ല. ബെറ്റ്. കല്യാണം വരെയുള്ള ഒരാഴ്ച പപ്പൻ പിന്നെ എവിടെ കഴിയും? അതെന്തിനാ നീ അറിയുന്നേ? അജ്ഞാതവാസത്തിലാവുമെന്ന് കരുതിക്കോ. പക്ഷെ കല്യാണ പന്തലിൽ മുഹൂർത്ത സമയത്ത് പപ്പനെത്തും. അതിനു മുമ്പ് നമ്മൾ തമ്മിൽ കണ്ടാൽ എന്റെ പേര് പപ്പനെന്നല്ല. ഓക്കെ? അല്ലെങ്കിൽ വേണ്ട, നേരിട്ട് ചെല്ലാം.
താനേതാ? ചോദിച്ചു കേട്ടില്ലേ? താനെന്തിനാ എന്റെ വണ്ടിയുടെ പുറകെ കയറിയിരിക്കുന്നത്? ഞാൻ നിന്റെ വണ്ടിയുടെ പുറകിലല്ല, നീ എന്റെ വണ്ടിയുടെ മുമ്പിലാ. അയ്യോ, ഇതെന്താ? കാമ്പടല്ലേ പോത്ത്? നിങ്ങളാരാ? കാലൻ. ഏത് കാലൻ? അങ്ങനെ തരംതിരിച്ചു പറയാൻ ലോകത്ത് ഒരുപാട് കാലന്മാരൊന്നുമില്ല. ആകെ ഒറ്റ കാലനെ ഉള്ളത് ഞാനാ. നിങ്ങൾ എന്നെ എങ്ങോട്ട് കൊണ്ടുപോകണു? ചത്തവരുടെ ആത്മാക്കൾ കൊണ്ടുപോകുന്ന സ്ഥലത്തേക്ക്. അങ്ങോട്ട് എന്തിനാ എന്നെ കൊണ്ടുപോണേ? നീ എത്തുപോയോണ്ട് എന്താ വിശ്വാസം വരുന്നില്ലേ? ആ മോട്ടോർ ബൈക്ക് ഇവിടെ നടന്നപ്പോഴേ നീ എത്തുപോയി. ഇപ്പൊ നീ പപ്പനല്ല, പപ്പന്റെ ആത്മാവാ.